സ്വാമി ശരണം. ഹേ ഗായ്സ്, ഇന്ന് കാർത്തികയാണ്. ഞാനും അച്ഛനോടെ പോകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കാച്ചിൽ വെട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്ന വീട്ടിലാണ് നമ്മൾ കാച്ചിൽ വെട്ടാൻ വന്നത്. ഇതെന്ന് പറയുമ്പോൾ എൻ്റെ അപ്പൂപ്പൻ്റെ വീടാണ്, അതായത് എൻ്റെ അച്ഛൻ്റെ വീടാണ്. ഈ കാണുന്ന തോട് കടന്നു വേണം നമുക്ക് അങ്ങോട്ട് കയറിപ്പോകാൻ. ആദ്യമേ അച്ഛൻ കയറിപ്പോയായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ കുറച്ച് പാക്കെല്ലാം പറിച്ചത് അവിടെ തറയിലെല്ലാം വീണുകിടപ്പുണ്ടായിരുന്നു. അതെല്ലാം നുള്ളി പറക്കാണ്ടാണ് അച്ഛൻ ആദ്യമേ കയറിപ്പോയത്. എൻ്റെ ബേക്കിൽ നിന്ന് ഞാനും കയറിപ്പോയി. അപ്പോൾ ഈ കാണുന്ന വാഴ മുട്ടിലാണ് കാച്ചിൽ ഇട്ടിട്ടുള്ളത്. നമ്മൾ വന്നപ്പോഴത്തേക്കും കാച്ചിൽ നല്ല മീതെ വന്നിരിക്കുകയായിരുന്നു. ഈ കാണുന്ന കാച്ചിൽ ഇത് നല്ല നീല കാച്ചിലാണ്. അങ്ങനെ അച്ഛൻ പോയി കാച്ചിലെല്ലാം വെട്ടിയ സമയം കൊണ്ട് ഞാൻ ബേക്കിൽ കുറച്ച് കാടെല്ലാം ഉണ്ടായിരുന്നു, എല്ലാം പോയി പറിച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് വന്നു. വന്ന സമയത്തേക്ക് 2 ചാക്ക് നിറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയാണ് ഇതെല്ലാം വൃത്തിയാക്കിയത്. അപ്പോൾ രാത്രിത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടെല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ച് പിന്നെ വീട്ടിൽ നേരെ വന്നിട്ട് കുറച്ച് തെറ്റിപ്പൂവെല്ലാം പറിച്ച് കുറച്ച് മാലയെല്ലാം കെട്ടി വിളക്കെല്ലാം ഒരുക്കി വെച്ച സമയം കൊണ്ട് വിളക്ക് കത്തിക്കാനുള്ള നേരമായി. അങ്ങനെ ഇവളാണ് ഇന്ന് വിളക്ക് കത്തിച്ചത്. എന്ന് വെച്ചാൽ ഈ പന്തം കത്തിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വർഷത്തെ കാർത്തിക ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. അപ്പം പന്തത്തിന് നമ്മൾ ഈ നാട്ടിൽ പറയുന്ന പേരെന്ന് പറഞ്ഞാൽ ഹരിയോഹരി എന്നാണ്. ഹരിയോഹരി എന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിവിടെ നിന്ന് കത്തിച്ചുകൊണ്ട് നമ്മൾ പേരടത്തിൻ്റെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ മൂലയിലാണ് കൊണ്ടുവന്ന് നാട്ടുന്നത്. ഈ നാട്ടുന്ന സമയത്ത് ഇതിനെ ഹരിയോഹര എന്ന് 3 വട്ടം വിളിച്ചിട്ടാണ് കൊണ്ടുവന്ന് നാട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഹരിയോഹര എന്ന് പറയുന്നത്. പിന്നിലെ വേറെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കഥ. പിന്നെ അതിനുശേഷം നമ്മൾ ചിരാത് കത്തിച്ചത് അവൾ തന്നെയായിരുന്നു. അമ്മ എല്ലാം ഒരുക്കി വെച്ചിരുന്നു, അവളാണ് കത്തിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ 1.5 വർഷം കൊണ്ട് ഇവളിതെല്ലാം മിസ് ചെയ്ത് നിൽക്കുകയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞാവെക്കായ സമയത്തിന് ഫുൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നാട്ടിലോട്ട് വരാൻ അതൊന്നും ആഘോഷിക്കാൻ പറ്റില്ല. മാത്രമല്ല അവരെ നാട്ടിൽ പ്രത്യേകിച്ച് കണ്ണൂർ ഇങ്ങനത്തെ ആഘോഷങ്ങളൊന്നും ഇല്ല എന്നുള്ളത് പറഞ്ഞായിരുന്നു. അപ്പം അവൾ തന്നെ എല്ലാം കത്തിച്ച് ഞാൻ കൂടെ നടന്ന് വീഡിയോ എടുക്കുക മാത്രമാണ്. അങ്ങനെ അവസാനത്തെ ഔട്ട്പുട്ട് ഇതാണ്. എല്ലാ വർഷവും നമ്മൾ മെഴുകുതിരിയെല്ലാം മേടിക്കണേണ്. കഴിഞ്ഞ വർഷം ഇത്ര ചിരാത് മാത്രം ഞാൻ പോയി മേടിച്ചുകൊണ്ടുവന്നുകൊണ്ട് ചിരാത് മാത്രം കത്തിച്ചത്. അതപ്പം കാണാനും ഭംഗിയുണ്ട്. അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ കിഴങ്ങെല്ലാം തിന്നാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ കാർത്തിക കിഴങ്ങെല്ലാം കഴിച്ചുകൊണ്ട് അവസാനിപ്പിച്ചു. അപ്പോൾ എല്ലാവർക്കും തൃക്കാർത്തിക ദിനാശംസകൾ. ബൈ ബൈ.